മുമ്പ് ഇതൊരു പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നാരദ മുനിയും പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ പർവ്വതമുനിയും കൂടിയിട്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരെ, എങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കണേ? അതിന് കാരണം എന്താന്ന് വെച്ചാല് നാരദ മുനി അതേപോലെ പർവ്വതമുനിയും സാധാരണ വ്യക്തിത്വങ്ങളല്ല. അവര് സിദ്ധിയുള്ള, അതായത് വന്നപ്പോ തന്നെ നാരദമുനി സാധാരണ രീതിയിലല്ല ഈ ലോകത്തോട്ട് വന്നത്. അദ്ദേഹം ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ്. അപ്പോ അങ്ങനെയുള്ള നാരദമുനിക്ക് പർവ്വതമുനിക്ക് നമ്മൾ ശാസ്ത്രങ്ങൾ വായിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖേചര എന്ന് പറഞ്ഞ ഒരു വേർഡ് നമുക്ക് കാണാൻ പറ്റും. ഖേചര എന്ന് പറഞ്ഞ, ഖേ എന്ന് പറഞ്ഞ ആകാശം, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ചാണ്, സിദ്ധിയുള്ള ആൾക്കാരെ കുറിച്ചാണ് ഖേചര എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇരിക്കെ നാരദമുനിയും അതേപോലെ പർവ്വതമുനിയും ആകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു കാടിന്റെ മുകളിലൂടെ പോകാനായിട്ട് ഇടയായി. അപ്പൊ അവര് അവിടെ നോക്കുമ്പോ, താഴത്തോട്ട് നോക്കിയപ്പോ കുറച്ച് മൃഗങ്ങൾ ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുന്നു. അതായത് ആരോ ഉപദ്രവിച്ചിട്ട് പെടഞ്ഞോണ്ടിരിക്കുന്നു. നാരദമുനിയും പർവ്വതമുനിയും താഴത്തോട്ട് പോയി നോക്കിയപ്പോ ആദ്യം ഒരു മാൻ പകുതി പകുതി ആരോ കൊന്നിട്ട് ഇങ്ങനെ പെടയുകയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ ഒരു കാട്ടുപന്നി, അതും ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ ഒരു മുയല്, അതും ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുന്നു. നാരദമുനിയുടെയും പർവ്വതമുനിയുടെയും ആ ഒരു പ്രഭാവം കൊണ്ട് അവരുടെ ആ ഒരു, എന്താ പറയാ, ആ മുറിവെല്ലാം ഉണങ്ങിയിട്ട് അവരെല്ലാം ഓടിപ്പോയി. പെട്ടെന്ന് നോക്കിയപ്പോ നാരദമുനിയുടെയും പർവ്വതമുനിയുടെയും മുമ്പില് ഒരു കറുത്തിരുണ്ട ഒരു മനുഷ്യരൂപം, കണ്ണുകളെല്ലാം ചുവന്ന് കരിക്കട്ട പോലെ ചുമന്ന് ഇരിക്കുന്നു. മുടിയെല്ലാം കുറെ നാളായിട്ട് കുളിക്കാത്തത് പോലെ ഇരിക്കുന്നു. കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു രൂപം. അത് വേറെ ആരും ആയിരുന്നില്ല, ഒരു വേടനായിരുന്നു, ആ കാട്ടിലെ വേടനായിരുന്നു. ഈ വേടനാണ് ഈ മൃഗങ്ങളെ ഇങ്ങനെ കൊന്ന് കിടത്തിയിരുന്നത്, പകുതി കൊന്നിട്ട്. അപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല്, ഈ വേടന് ഇത് മൃഗങ്ങളെല്ലാം ഓടിപ്പോയല്ലോ, കഷ്ടപ്പെട്ട് പകുതി കൊന്ന മൃഗങ്ങളെല്ലാം ഓടിപ്പോയി. അപ്പൊ അത് കണ്ടപ്പോ വേടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് ഇവരുടെ അടുത്തോട്ട്, ഈ നാരദമുനിന്റെയും പർവ്വതമുനിന്റെയും അടുത്തോട്ട് ചെന്നപ്പോ തന്നെ അവരുടെ ആ ഒരു പ്രഭാവ വലയത്തിൽ കയറിയപ്പോ അദ്ദേഹത്തിന്റെ ദേഷ്യമെല്ലാം ദൂരെ പോയി. പെട്ടെന്ന് അദ്ദേഹം സൗമ്യനായിട്ട് അദ്ദേഹം ചോദിച്ചു, അങ്ങ് നിങ്ങൾ മഹാരാജൻ, നിങ്ങൾ എന്തിനാണ് ഈ മൃഗങ്ങളെ, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും അവരെ പകുതി കൊന്നത്, നിങ്ങൾ എന്തിനാണ് ഇവരെ ഓടിച്ചു വിട്ടത്? ഇനിയല്ല എന്റെ എന്റെ വർക്കെല്ലാം വെറുതെ ആയി പോയില്ലേ എന്ന് ചോദിച്ചു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ, ഇദ്ദേഹത്തിന്റെ നാരദമുനിയുടെ പ്രഭാവത്തിൽ വന്നപ്പോൾ ഇവരുടെ ദേഷ്യം പോയി. ഇതാണ് വലിയ മഹത് വ്യക്തികളുടെ കൂടെ നമ്മൾ സത്സംഗം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ, അവരുടെ ഒരു പ്രഭാവലയത്തിൽ പോകുമ്പോൾ അവരുടെ ആ ഒരു സൗമ്യതയുടെ അല്ലെങ്കിൽ ഭക്തിയുടെ ഒരു ചെറിയൊരു അനുഭവം നമുക്കും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുമ്പോഴെല്ലാം, ചാൻസ് കിട്ടുമ്പോഴെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഇങ്ങനത്തെ മഹത് വ്യക്തികളുടെ, മഹത് ഭക്തന്മാരുടെ അസോസിയേഷനിൽ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഈ വേടൻ ഇങ്ങനെ ചോദിച്ചപ്പോ നാരദമുനി പറഞ്ഞു, നിങ്ങളാണോ അപ്പോ ഈ മൃഗങ്ങളെല്ലാം പകുതി കൊന്ന നിലയിൽ ഇങ്ങനെ ഇട്ടത്? അവര് കിടന്ന് പെടക്കണ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. നിങ്ങൾ എന്തിനാ, ഒന്നെങ്കിലും മുഴുവനായിട്ട് കൊല്ലുക. ഈ ഈ മൃഗങ്ങള് പകുതി ചത്തിട്ട് അവര് കിടന്ന് കരയുകയായിരുന്നു. അപ്പൊ നാരദമുനി ഇത് പറഞ്ഞത് കേട്ടിട്ട് നാരദമുനി ചോദിച്ചു വേടന്റെ അടുത്ത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പകുതി കൊല്ലുന്നത് എന്ന് ചോദിച്ചു. അപ്പോ വേടനാണെങ്കിൽ ഭയങ്കര ഗർവോടെ പറഞ്ഞു, എൻ്റെ അച്ഛനാണ് എന്നെ ഇങ്ങനെ ഈ ജോലി പഠിപ്പിച്ചത്. അവര് ആ മൃഗങ്ങളെല്ലാം പകുതി ചത്തിട്ട് ഇങ്ങനെ കിടന്ന് പെടയുമ്പോ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് പറഞ്ഞ ഇതിനടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന പാപം, ഈ മൃഗങ്ങളെ കൊല്ലുന്നതിലുള്ള ആ പാപമുണ്ടല്ലോ, അത് ഓരോ ജന്മത്തിലും ഈ മൃഗങ്ങൾ നിങ്ങൾ ഒരു മനുഷ്യരൂപം അല്ലെങ്കിൽ ഒരു രൂപം എടുത്തിട്ട് നിങ്ങളെ ഇവര് കൊല്ലും.
അങ്ങനെ ഓരോ ജന്മത്തിലും ഈ നിങ്ങൾ കൊന്ന മൃഗങ്ങളുണ്ടല്ലോ, അവര് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു ശുദ്ധമായ വാക്കുകളിലൂടെ കേട്ടപ്പോ ഈ വേടന് ഭയങ്കരമായിട്ട്, ഈ വേടന്റെ പേരെന്തായിരുന്നു എന്ന് വെച്ചാൽ മൃഗാരി എന്നായിരുന്നു. മൃഗാരി എന്ന് പറഞ്ഞാൽ മൃഗത്തിന്റെ ശത്രു, മൃഗാരി. അപ്പോ ഭയങ്കരമായിട്ട് ഒരു മനസ്സിനൊരു ചേഞ്ച് വന്നു ഈ വേടന്റെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ പക്ഷെ ഞാൻ ഈ ഇവരെ കൊന്നില്ലെങ്കിൽ എന്റെ ഉപജീവന മാർഗം എന്തായിരിക്കും? എനിക്ക് എന്റെ കുടുംബത്തിന് ആ ഒരു ഭക്ഷണം തരും. നീ ഒന്നും പേടിക്കണ്ട, ഈ ഫസ്റ്റ് ഈ അമ്പുമില്ല എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വാ, ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അപ്പോ മൃഗാരി ഭയങ്കരമായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സോൾ ആയതുകൊണ്ട് മൃഗാരി ആ അമ്പും വില്ലും എല്ലാം ദൂരെ കളഞ്ഞിട്ട് ഈ നാരദ മുനിന്റെ പക്കൽ വന്നിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, പറയൂ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നാരദ മുനി പറഞ്ഞു, ഫസ്റ്റ് നീ ഈ തെറ്റായ മാർഗത്തിലൂടെ സംഭരിച്ചിട്ടുള്ള സ്വത്തുക്കളെല്ലാം വിതരിച്ചു കൊടുക്കുക. എന്നിട്ട് നീ പുഴക്കരയില് ഒരു ചെറിയ വീട് കെട്ടിയിട്ട് കുടുംബമെല്ലാം അവിടെ പോയിട്ട് നിന്നിട്ട് നിങ്ങൾ ഒരു തുളസി മുറ്റത്ത് നട്ടിയിട്ട് തുളസിയുടെ സേവനം ചെയ്തിട്ട് തുളസീന്റെ അടുത്തിരുന്നിട്ട് ഹരിനാമം ജപിക്കുക. അപ്പോ എന്നിട്ട് അപ്പൊ നീ ഉപജീവന മാർഗത്തിനെ കുറിച്ച് പേടിക്കേണ്ട, എല്ലാം തനിയെ വന്നോളൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് മൃഗാരി അതേപോലെ ഫോളോ ചെയ്തു. അപ്പൊ നാരദമുനിയും പർവ്വതമുനിയും പോയി. മൃഗാരി ഈ പുഴക്കരയിൽ വന്നിട്ട് അവിടെ വീട് കെട്ടി, ചെറിയൊരു വീട് കെട്ടിയിട്ട് തുളസി നട്ടിട്ട് തുളസിയുടെ സേവനവും ചെയ്തിട്ട് എല്ലാ ദിവസവും ഹരിനാമം ജപിക്കാൻ തുടങ്ങി. അപ്പോ അങ്ങനെ ഇരിക്കെ എന്ത് പറ്റിയെന്ന് വെച്ചാല് ആ വീടിന്റെ അടുത്ത് ഒരു ചെറിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമവാസികളെല്ലാം ഇവിടെ പുഴയിൽ വരുമ്പോ ഇദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അവര് വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ദേ നാട്ടിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തെല്ലാം പറഞ്ഞു, ദേ ഒരു മഹത് വ്യക്തിത്വം വന്നിട്ട്, ഒരു വൈഷ്ണവം വന്നിട്ടുണ്ട്, അവിടെ ഇരുന്ന് ജപിക്കാറുണ്ട്, നമുക്ക് അവരെ പോയിട്ടൊന്ന് കാണാന്ന് പറഞ്ഞു. അപ്പൊ കാണുമ്പോ ഏതായാലും വെറും കൈയോടെ പോകത്തില്ലല്ലോ. അവര് ധാന്യങ്ങളും പച്ചക്കറികളും സ്പൈസസും ഇതെല്ലാം കൊണ്ടുപോയിട്ട് അവർക്ക് ഈ മൃഗാരിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ദാനം ചെയ്തു. അതേപോലെ അവർ അനുഗ്രഹവും മേടിച്ചു. അപ്പൊ അങ്ങനെ അവർ എല്ലാ ദിവസവും ഈ ഭക്തിയിലും ഏർപ്പെട്ടു. അവരുടെ എല്ലാം ദൈനംദിന കുടുംബത്തിന്റെ ആവശ്യങ്ങളും നിറവേറി. അങ്ങനെ ഇരിക്കെ നാരദമുനിയും പർവ്വതമുനിയും പറഞ്ഞു, കുറെ ദിവസമായല്ലോ ഈ ശിഷ്യനെ കണ്ടിട്ട്, എനിക്ക് ഒന്നും പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ പോയപ്പോ അവര് തന്നെ അതിശയപ്പെട്ടു. അതായത് നാരദമുനി പറഞ്ഞു, ഈ ഹരിനാമത്തിന്റെ ഈ ഭക്തിയുടെ ആ ഒരു പ്രഭാവം എന്ന് പറയുന്നത് ഭയങ്കരമാണെന്ന് പറഞ്ഞു. ഈ നാരദമുനിയും പർവ്വതമുനിയും കണ്ടപ്പോ തന്നെ ഈ മൃഗാരി ഭയങ്കര ഒരു സന്തോഷത്തോടെ എണീറ്റിട്ട് അവരുടെ പക്കലോട്ട് പോകാൻ വേണ്ടി പോയപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല് അദ്ദേഹത്തിന് നടക്കാൻ പറ്റിയില്ല. കാരണം എന്താ, മര്യാദക്ക് നേരിട്ട് പോകാൻ പറ്റിയില്ല. കാരണം എന്താ, അവിടെ കുറെ ഉറുമ്പുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ ദ്രോഹിക്കരുതല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് മാറി മാറി പോയപ്പോ ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ അത് കണ്ടപ്പോ നാരദ മുനിക്ക് ഭയങ്കര അതിയായ സന്തോഷമായി. കണ്ടില്ലേ ഹരിനാമത്തിന്റെ മാഹാത്മ്യം. അതായത് ഫസ്റ്റ് എങ്ങനെയായിരുന്നു മൃഗാരി എന്ന് പറയുന്നത്, മൃഗാരി എന്ന് പറഞ്ഞ വേടൻ പകുതി കൊന്നിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന അതായിരുന്നു ഈ മൃഗാരിയുടെ ഒരു വിനോദം. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി, ആ മൃഗാരി ഉറുമ്പിനെ പോലും കൊല്ലാൻ അദ്ദേഹത്തിന് അത്രയും കരുണ വന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തില്. അതാണ് ഹരിനാമത്തിന്റെ മഹാത്മ്യം. ഹരിനാമത്തിന്റെ മാത്രമല്ല, ഭക്തന്റെ പക്കൽ നിന്ന് കിട്ടുന്ന ഹരിനാമത്തിന്റെ ഒരു മഹാത്മ്യം ഇതാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ പറ്റുന്നു? ഇത് നമ്മൾ രത്നാകരന്റെ കേസിലും നമ്മൾ ഇത് സെയിം സംഭവം കേട്ടിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് അദ്ദേഹം ഹണ്ടർ ആയിരുന്നു, വേടനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നേരെ ചൊവ്വേ നമ്മുടെ ഹരിനാമം ചൊല്ലാൻ പറ്റിയില്ല, രാമനാമം ചൊല്ലാൻ പറ്റിയില്ല. അപ്പൊ നാരദമുനി കൃപ കൊണ്ട്, കരുണ കൊണ്ട് എന്ത് ചെയ്തു, മരാ എന്ന് ചൊല്ലാനായിട്ട് പറഞ്ഞു. മര എന്ന് പറഞ്ഞാൽ ഡെത്തിന്റെ നാമം ചൊല്ലാൻ പറഞ്ഞു. അദ്ദേഹത്തിന് പറ്റി. പക്ഷേ മരാ എന്ന് ചൊല്ലിയിട്ട് രാമ രാമ എന്ന് പറഞ്ഞിട്ട് രാമ എന്ന് പറഞ്ഞത് ആയി. അപ്പൊ മെഡിസിൻ എന്ന് പറഞ്ഞാല് അറിയാതെ കഴിച്ചാലും അത് അറിഞ്ഞിട്ട് കഴിച്ചാലും ഫലം ഉണ്ടാകും. പക്ഷെ അറിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നമ്മളൊരു മെഡിസിൻ ഡോക്ടറുടെ അടുത്ത് പോയി അറിഞ്ഞു, അത് കഴിച്ചാൽ രോഗം മാറുന്നു മനസ്സിലായി. ഫസ്റ്റ് ഗുളിക കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി അസുഖവും നമ്മുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് മാറും അല്ലെ? അപ്പോ ഒന്ന് അറിഞ്ഞിട്ട് നമ്മള് ഹരിനാമത്തിന്റെ മഹാത്മ്യം അറിഞ്ഞിട്ട് ചൊല്ലുമ്പോൾ അതിന്റെ എഫക്റ്റ് 10 മടങ്ങായിരിക്കും, എത്രയോ മടങ്ങായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഹൃദയ പരിവർത്തനം വരുന്നു? കാരണം ഭഗവത് നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല.
അഭിന്നത്വം നാമനാമിനഹ എന്ന് പറഞ്ഞിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ് ചൊല്ലുമ്പോൾ നമ്മുടെ ജിഹ്വത്തിൽ, അതായത് നമ്മുടെ നാക്കില് ഭഗവാൻ വന്ന് ഡാൻസ് ചെയ്യുന്നു എന്നാണ് ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ, കാരണം എന്താ, നമ്മൾ ഹരിനാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ വെള്ളം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളം 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ദാഹം മാറും ഇല്ല. കാരണം എന്താ, ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക വസ്തുവാണ്. അപ്പോൾ വെള്ളം നമുക്ക് ഗ്ലാസ്സിൽ നിറച്ച് കുടിച്ചാൽ മാത്രമേ നമുക്ക് ദാഹം മാറത്തുള്ളൂ. പക്ഷെ ഭഗവാന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ജപിക്കുമ്പോൾ അവിടെ ആക്ച്വലി ഭഗവാൻ ഉണ്ട്. ആ നാമവും ആ സൗണ്ടും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. നമ്മൾ അത് ചെവിയിലൂടെ കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ പോയിട്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കും. അതാണ് ഈ വേടന്റെ കേസിൽ, രത്നാകരന്റെ കേസിലും മൃഗാരിയുടെ കേസിലും. മാത്രമല്ല, ഇപ്പോൾ ലോകത്ത് പല 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 ശ്രീല പ്രഭുപാദർ അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ കൾച്ചർ എന്താണെന്ന് പോലും അറിയാത്ത വ്യക്തികളെ മഹത് വ്യക്തിത്വങ്ങളായിട്ട് മാറ്റിയത് ശ്രീല പ്രഭുപാദർ ഹരിനാമം കൊടുത്തിട്ട്. ഹരിനാമത്തിന്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതാണ്. ഇനി നമുക്ക് ഹരിനാമം ജസ്റ്റ് ഒന്ന് 54 ടൈംസ് നമുക്ക് ചാൻറ്റ് ചെയ്യാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുമോ? ഓക്കെ, ഞാൻ പറയണത് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ അങ്ങനെ ഞാൻ ഒരു മന്ത്രം ചൊല്ലും. അതിനുശേഷം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരുമിച്ച് നമുക്ക് ചൊല്ലാം. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഓക്കെ, നമുക്കിനി ഒരുമിച്ച് 54 ടൈംസ് നമുക്ക് ചാൻറ്റ് ചെയ്യാം. രേഷ്മൻ 54 ആയാലൊന്ന് പറയണേ എൻ്റെ അടുത്ത്. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ചാറ്റില്. ഓക്കെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. അപ്പോ നമ്മളിപ്പോ ജപിച്ചതുപോലെ എല്ലാ ദിവസവും നമുക്ക് എല്ലാവർക്കും ജപിക്കാം. ഇത് നമുക്ക് 54 പ്രാവശ്യം ജപിക്കാനായിട്ട് 5 മിനിറ്റും പിന്നെ 108 പ്രാവശ്യം ജപിക്കാനായിട്ട് 10 മിനിറ്റ് മാത്രമേ നമ്മൾ ഒരു ദിവസത്തിൽ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ജപിച്ചിട്ട് ഭഗവാൻ എന്ന മഹത് വ്യക്തി നമ്മുടെ കൂടെ തന്നെ ജപിക്കുമ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജപിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രൈം മിനിസ്റ്റർ വന്നാൽ നമ്മൾ പ്രൈം മിനിസ്റ്ററിന് മാത്രമായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ
ഭഗവാന്റെ ഈ തിരുനാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ ആ നാമം മാത്രം ഫോക്കസ് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചാല് നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 6 months നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് വരുന്ന മാറ്റം നമുക്ക് തന്നെ അറിയാൻ പറ്റും. എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് മാറുന്നത്, അതേപോലെ തന്നെ ഈ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ആ ഒരു പുരോഗതി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഹരിശരൺ ദാസ് പ്രഭു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് വളരെ നല്ല രീതിയിൽ വേടന്മാരുടെ സ്റ്റോറീസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇന്നത്തെ ഗീതാ ക്ലാസ്സിനായിട്ട് ഞാൻ നളിനി രുക്മിണി ദേവി ദാസി മാതാജീനെ ക്ഷണിക്കുന്നു. മാതാജീനെ കുറിച്ച് പറയാനായിട്ട് ഒരു മിനിറ്റ്. യെസ്, നളിനി മാതാജിനെ കുറിച്ച് പറയുമ്പോൾ നളിന മാതാജി ഒരു ഡോക്ടറാണ്, ഹോമിയോപ്പതി ഡോക്ടറാണ്. മാതാജി ചോറ്റാനിക്കരയിലെ പെഡിയാർ മെമ്മോറിയൽ ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലുമാണ് പഠിച്ചിരുന്നത്. നിലവിൽ എറണാകുളത്തെ എടപ്പള്ളിയിലെ സ്വന്തം ക്ലിനിക്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നു. കർണാടക സംഗീതത്തിൽ ഹയർ ഡിപ്ലോമ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പരിശീലനം ലഭിച്ച ഭരതനാട്യം നർത്തകി കൂടിയാണ് മാതാജി. ദുബായിൽ താമസിക്കുമ്പോഴായിരുന്നു പ്രഭുപാദരുടെ ഇസ്കോൺ പ്രസ്ഥാനവുമായിട്ട് പരിചയപ്പെട്ടതും ബന്ധപ്പെട്ടതും. 10 വർഷത്തിലേറെ അവരും ഭർത്താവും കുട്ടികൾക്കായിട്ട് അവിടെ ഗീതാ ക്ലാസുകൾ നടത്തിയിരുന്നു. ഹിസ് ഹോളിനസ് ജയപ്രതാപ് സ്വാമി മഹാരാജിന്റെ ശിഷ്യയാണ് അവർ. ശ്രീല പ്രഭുപാദരുടെ നിർദ്ദേശപ്രകാരം അവരുടെ എല്ലാ കുടുംബാംഗങ്ങളും, ഭർത്താവും പിന്നെ 2 പെൺമക്കളും ഇവര് കൃഷ്ണാവബോധം സജീവമായി പരിശീലിച്ചു കൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇന്ന് നളിന മാതാജീനെ ഇന്നത്തെ ക്ലാസ്സിനായിട്ട് ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രേഷ്മ മാതാജി, താങ്ക് യു സോ മച്ച്. അതിനു മുമ്പ് ഹരിനാമ കീർത്തനത്തെ പറ്റി, ഹരിനാമ മഹിമയെ പറ്റി നമ്മുടെ ഹരിശരൺ പ്രഭു വളരെ ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് തുടങ്ങാം. ഇന്ന് 6ാമത്തെ ചാപ്റ്റർ, അവസാനത്തെ ഭാഗമാണ്. ഏതായാലും ധ്യാനയോഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. വിഷ്ണുദായ കൃഷ്ണ കൃഷ്ണ കൂട്ടിലെ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ നമസ്തേ സരസ്വതി ദേവ ഗൗരവാണി പ്രചാരണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണെ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാന്ത ശ്രീ അദ്വൈത ഗതാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? താങ്ക് യു. അപ്പൊ 6ാമത്തെ ചാപ്റ്റർ അവസാനത്തെ ഭാഗമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് ഇത് പറയാണ്. അതില് 1ാമത്തെ ശ്ലോകം മുതൽ 9ാമത്തെ ശ്ലോകം വരെ എന്താണ് ഒരു ക്വാളിഫിക്കേഷൻ, യോഗിയുടെ ഒരു ക്വാളിഫിക്കേഷൻ ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. യഥാർത്ഥ സന്യാസിയും യോഗിയും ആരാണ് എന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2ാമത്തേത് പിന്നെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കണം, അങ്ങനെയാണ്. പിന്നെ 6.5 അതില് 6.5 മുതൽ 6 മനസ്സ് സുഹൃത്തോ ശത്രുവോ എന്നത്. നിയന്ത്രിതമായ മനസ്സ് ഏറ്റവും നല്ല സുഹൃത്ത്, നിയന്ത്രിക്കാത്ത മനസ്സ് ഏറ്റവും വലിയ ശത്രു. സ്വയം ഉയരാൻ മനുഷ്യൻ ശ്രമിക്കണം. പിന്നെ 6:10 മുതൽ 17 ശ്ലോകം വരെ ധ്യാനം ചെയ്യാനുള്ള മാർഗങ്ങൾ. അതില് എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, ഭക്ഷണം, ഉറക്കം, ജീവിതശൈലി എന്നിവയിൽ മിതത്വം പാലിക്കുക. പിന്നെ 6:7 മുതൽ 6:9 ആത്മസാക്ഷാത്കാരിയായ യോഗിയുടെ ഗുണങ്ങൾ. സന്തോഷം, ദുഃഖം സമമായി കാണുക, എല്ലാവരോടും സമദർശനം പുലർത്തുക. പിന്നെ 6:18 മുതൽ 23 വരെ സമാധി സ്ഥിതി, മനസ്സ് പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട അവസ്ഥ, ആന്തരിക ആത്മസുഖം അനുഭവിക്കുന്നത്. ഇത് ഞാൻ ചുരുക്കി പറയാണ്. പിന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്ന പ്രക്രിയ, അത്
6:24 മുതൽ 32. മനസ്സിനെ ക്രമേണ നിയന്ത്രിക്കുക. എല്ലായിടത്തും സമത്വം കാണുന്ന ദർശനം വികസിപ്പിക്കുക. കാരണം നമ്മള് കാറ്റിനെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇവിടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. പിന്നെ 6:33 മുതൽ 36 വരെ മനസ്സിന്റെ അസ്ഥിരതയെ കുറിച്ച് അർജുനന്റെ സംശയം. അർജുനന് മനസ്സ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഇവിടെ പറയുന്നു. കൃഷ്ണ പറയുന്നത് എന്താ? അഭ്യാസവും വൈരാഗ്യവും വഴി ഇത് സാധ്യമാണ് എന്ന് ഉപദേശിക്കുന്നു. പിന്നെ 6:37 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് പരാജയപ്പെടുന്ന യോഗിയുടെ ഭാവി എന്താണ്, യോഗത്തിൽ പരാജയപ്പെട്ടാൽ എന്താകും, ആത്മീയ പരിശ്രമം ഒരിക്കലും നഷ്ടമാകില്ല, ഏറ്റവും ഉന്നതനായ യോഗി, അത് 46 and 47 ലാസ്റ്റ് ശ്ലോകാസ്. യോഗി എന്ന് വെച്ചാൽ ജ്ഞാനി, തപസ്വി, കർമ്മി എന്നിവരിൽ യോഗിയാണ് ശ്രേഷ്ഠൻ. ജ്ഞാനി, തപസ്വി, കർമ്മി, യോഗി, ഈ 4 പേരില് യോഗിയാണ് ശ്രേഷ്ഠൻ എന്ന് കൃഷ്ണൻ പറയുന്നു. ഭഗവാനെ ഭക്തിയോടെ ധ്യാനിക്കുന്നവനാണ് ഏറ്റവും മികച്ച യോഗി. അപ്പോ ഇന്നത്തെ പോർഷനിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 6:29. എല്ലാവർക്കും പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കുന്നു. സർവഭൂതസ്ഥത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷത്തെ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. ആത്മാനം ഭൂതസ്ഥാത്മാനം സർവഭൂതാനി ചാത്മനി. അതായത് ഒരു വിവർത്തനം, ഒരു യോഗി, യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. ഭഗവാൻ പറയാണ്, ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. ഇതുപോലത്തെ ഒരു ശ്ലോകം നമ്മള് 5ാമത്തെ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. 5:18. അതൊന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വിദ്യാവിനയ സമ്പന്നേ ബ്രഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വപാകേച്ച പണ്ഡിത സമദർശനഃ. അവിടെ പണ്ഡിതൻ, ഇതെല്ലാം അറിഞ്ഞ പണ്ഡിതനാണ്, ഒരേപോലെ കാണുന്നു. ഇവിടെ പണ്ഡിതന് പകരം യോഗി എന്ന് പറയുന്നു എന്ന് മാത്രം. എല്ലാവരും ഭഗവാനെ അറിഞ്ഞവൻ എന്ന് അർത്ഥം വരുന്നു. അപ്പോ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ, കൃഷ്ണനെ കാണുന്നത് കൊണ്ട് കൃഷ്ണാബോധി ഉദിച്ച യോഗിയാണ് പൂർണ്ണമായി കണ്ടറിഞ്ഞവൻ എന്ന് പറയാം. സത്യമായ കൃഷ്ണ ഭാവനയിൽ സ്ഥിരനായ യോഗി എല്ലാ ജീവജാലങ്ങളിലും പരമാത്മായ കൃഷ്ണന്റെ സാന്നിധ്യം കാണുന്നു. അവൻ ഓരോ ജീവിയെയും ആത്മാവായി കാണുന്നു. നമ്മുടെ ചുറ്റും തന്നെ നടക്കുന്ന ഓരോ മൃഗങ്ങളെയും, ഓരോ പക്ഷികളെയും, ഓരോ ചരാചരങ്ങളെയും, ജീവജാലങ്ങളെയും നോക്കുമ്പോ നമുക്ക് കാണുന്നത് പേഷ്യന്റ് കാണുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ച് ആലോചിക്കുക. ഭഗവാന്റെ ശക്തിയാണ് ഇത് എല്ലാത്തിലും നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ പരമാത്മ രൂപേണ അത് ക്ഷീരോദകശായി വിഷ്ണുവിന്റെ ആ രൂപത്തിൽ, ചതുർഭുജ രൂപത്തിലാണ് ഭഗവാൻ എല്ലാത്തിലും വസിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും കൃഷ്ണന്റെ അംശങ്ങളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ ഭക്തന് ആരോടും അസൂയയോ ദേഷ്യമോ ഉണ്ടാകില്ല. അടുത്ത ശ്ലോകം. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി. വിവർത്തനം: എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അല്ലെ? എവിടെയും ഞാൻ കുടികൊള്ളുന്നു. സത്യം പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം നിറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ.
അപ്പോ ഗർഭോദകശായി വിഷ്ണുവിന്റെ രൂപത്തിൽ ഈ ബ്രഹ്മാണ്ടം കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ഉള്ളിലാണ്. അപ്പൊ ഇവിടെ എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല. ഇത് ഭഗവാന്റെ ആ ശക്തിയെ, ബ്രഹ്മാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ, അല്ലെങ്കിൽ ഭഗവാനെ പറ്റി നമ്മൾ അറിഞ്ഞെങ്കിൽ ഭഗവാൻ നമ്മളെയും വിടില്ല. ഭഗവാന്റെ ശക്തി എന്താന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഭഗവാൻ നമ്മളിലെ ഉള്ളിലും വസിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അടുത്ത ശ്ലോകം. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തത്തെ. വിവർത്തനം. ഞാനും പരമാത്മാവും ഒന്ന് തന്നെ എന്നറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏതു സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു. ഞാനും പരമാത്മാവും ഒന്ന് തന്നെ എന്ന് അറിഞ്ഞതുകൊണ്ട്. പരമാത്മാവ് ആരാന്ന് ഞാൻ പറഞ്ഞല്ലോ, നാരായണന്റെ ക്ഷീരോദകശായി വിഷ്ണുവിന്റെ രൂപമാണ് ഭഗവാൻ, ചതുർഭുജ രൂപമാണ്. അവിടെ നമ്മുടെ ഹൃദയത്തിൽ മിഞ്ഞാത്തെ ക്ലാസ്സില് നാരായണ സൂക്തത്തില് പറഞ്ഞു ഭഗവാൻ എവിടെയാ വസിക്കുന്നത്. ഭഗവാൻ ഏതു രൂപത്തിലാണ് അവിടെ ഇത് ഹൃദയത്തിന്റെ ഉള്ളില് ആ ഒരു സ്പേസില് വസിക്കുന്നു എന്ന് നമ്മള് നാരായണ സൂക്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പോ ആത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏതു സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു. പരമാത്മാവിനെ ധ്യാനിച്ചു ശീലിക്കുന്ന ഒരു യോഗിക്ക് കൃഷ്ണന്റെ പൂർണ്ണ അംശമായ ശംഖ് ചക്ര ഗദാ പത്മധാരിയായ അതാ ചതുർഭുജ രൂപം എന്ന് പറയുന്നത്. ചതുർഭുജ വിഷ്ണുവിനെ സ്വഹൃദയത്തിൽ കാണാൻ കഴിയുന്നു. ഇത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ധ്രുവന്റെ ചരിത്രമാണ്. ധ്രുവന് നാരദ മഹർഷി പറഞ്ഞു തന്നിരിക്കുന്ന ഒരു രൂപമുണ്ട്, ചതുർഭുജ രൂപം. അപ്പൊ ആ ചെറിയ 7 വയസ്സുള്ള ആ ധ്രുവന് ഭഗവാൻ എങ്ങനെയുണ്ടെന്ന് പോലും അറിയില്ല. അപ്പൊ ഭഗവാനെ പറ്റി നാരദ മഹർഷി ധ്രുവൻ കാട്ടില് തപസ് ചെയ്യാൻ പോയിരിക്കുക. അപ്പൊ പോകുന്ന വഴിക്ക് നാരദരെ കാണുമ്പോ ഞാൻ തപസ് ചെയ്യാൻ പോവാണ്, എനിക്ക് വിഷ്ണുവിനെ കാണണം. കാരണം എന്റെ സ്റ്റെപ്പ് മദർ, അച്ഛന്റെ രണ്ടാമത്തെ പത്നി എന്നോട് പറഞ്ഞു, നീ എന്റെ വയറ്റിൽ വന്ന് പിറക്കണമെങ്കിൽ നീ വിഷ്ണുവിനെ കണ്ടിട്ട് വേണം പിറക്കാൻ. അപ്പൊ അങ്ങനെ പറയുമ്പോ ഈ ചെറിയ പയ്യൻ തപസ് ചെയ്യാൻ പോവുക. അപ്പൊ ആ നാരദ മഹർഷി അപ്പോ കുറെ വേണ്ട, നീ ചെറിയ കുട്ടിയാണ്, നീ മടങ്ങിപ്പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ചെറിയ കുട്ടിയുടെ ബോധത്തില് അല്ലെങ്കിൽ മനസ്സില് ഉറച്ചൊരു തീരുമാനം വന്നു, ഞാൻ തപസ് ചെയ്ത് വിഷ്ണുവിനെ പ്രാർത്ഥിക്കും. അപ്പൊ വിഷ്ണു എങ്ങനെയുണ്ടെന്ന് ആ കുട്ടിക്ക് അറിയില്ല. അപ്പൊ ഭഗവാന് നാരദർ പറയുന്നത് 4-ാമത്തെ സ്കന്ധത്തില് 8-ാമത്തെ ചാപ്റ്ററില് ഭഗവാനെ പറ്റി നല്ല വിവരണമുണ്ട്. ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ വിവരണം. എല്ലാവരും അത് ബുക്ക് ഉള്ള ആൾക്കാരൊക്കെ അത് ഒന്ന് വായിച്ചു. പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗം അരുണോഷ്ണേഷ്ണാധരം പ്രണതാശ്രേണം രമണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖ് ചക്ര ഗദാ പത്മേർ അഭിവ്യക്ത ചതുർഭുജം കിരീടിനം കുണ്ഡലീനം കേയൂര വലയാൻവിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗസേയവാസസം കാഞ്ചീകലാപപര്യന്തം പര്യസ്തം ലസത്കാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം
പത്മ്യാം നഖമണിശ്രേണ്യാ വിലസദ്ഭ്യാം സമർച്ചതാം രത്പത്മകർണികാധിഷ്ണ്യാം ആക്രമ്യ ആത്മനവ്യവസ്ഥിതം സ്മയമാനമവിധ്യേയാത് സാനുരാഗാവലോകനം നിയതേനൈകഭൂതേന മനതാവരദർശഭം ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോ മന നിവൃത്യാ പരയാ തൂർണം സമ്പന്നം ന നിവർത്തതേ. അതായത് സർവമംഗളകരമായ ഭഗവാന്റെ രൂപത്തിന്മേൽ ഇപ്രകാരം മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു വ്യക്തി വളരെ വേഗം എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനാകും. അവന് പിന്നീട് ഒരിക്കലും ഭഗവത് ധ്യാനാവസ്ഥയിൽ നിന്ന് അധപതനം ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മള് ഈ ശ്ലോകം ഈ ചാപ്റ്റർ എന്താ പറയുന്നത്? ധ്യാനയോഗം. അപ്പൊ ധ്യാനയോഗത്തില് ഭഗവാന്റെ രൂപം എങ്ങനെ ഇരിക്കണം എന്നതാണ് ഇവിടെ ധ്രുവ മഹാരാജിനോട് നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു യോഗി എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്? ഇതേപോലെ ചതുർഭുജനായ ആ രൂപത്തെ കണ്ടിട്ടായിരിക്കും ഭഗവാൻ ഒരു യോഗി ഭഗവാനെ പറ്റി മനസ്സിലാക്കുന്നത്. പരമാത്മാവിന്റെ ഈ രൂപത്തിൽ കൃഷ്ണൻ ഏവരുടെയും ഹൃദയത്തിൽ വാഴുന്നുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഭഗവാനെ കുറിച്ച് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അർത്ഥം അത് പറഞ്ഞു തന്നേനെ. വാഴുന്ന പരമാത്മാക്കൾ തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ലാതാനും ജീവാത്മാക്കളും ആ മറ്റുള്ള കൂടെയുള്ള ചുറ്റുമുള്ള ആത്മാക്കളും തമ്മില് ഒരു വ്യത്യാസമില്ല. അടുത്ത ശ്ലോകം. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോ മതഃ. വിവർത്തനം. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി. എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായിക്കൊണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമയോഗി. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, 5ാമത്തെ ചാപ്റ്ററിലും അതേ ശ്ലോകം തന്നെ, അത് വേറൊരു രൂപത്തിൽ പറഞ്ഞെന്നും മാത്രം. അപ്പോ നമുക്ക് എന്തുകൊണ്ടാണ് ദുഃഖം വരുന്നത്? നമുക്ക് ദുഃഖ കാരണം എന്താണ്? നമ്മള് ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ മറന്നുപോയി, ഇടയ്ക്ക് വെച്ച് മറന്നുപോയി. അപ്പോ ഈ ജീവാത്മാവിന് ദുഃഖം വന്നു. പിന്നെ എങ്ങനെയാ സുഖം വരുന്നത്? ആ സുഖം എന്ന് വെച്ചാൽ മനുഷ്യന്റെ സർവകർമ്മങ്ങളുടെയും അല്ലെങ്കിൽ പരമഭോക്താവും സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ജീവാത്മാക്കളുടെ സുഹൃത്തും കൃഷ്ണൻ തന്നെ എന്ന് ബോധ്യമാകുന്നതാണ് സുഖത്തിന് കാരണം. അപ്പൊ നമ്മൾ സന്തോഷിച്ചിരിക്കുന്നത് എപ്പോഴാണ്? ഭഗവാൻ ആരാന്നും ഭഗവാന്റെ ശക്തി എന്താന്നും, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് വെച്ചാൽ നമ്മള് 6 ഐശ്വര്യങ്ങളാണ് പറയുന്നത് അല്ലെ. ഈ 6 ഐശ്വര്യങ്ങള് എല്ലാം ഇതില് ഉൾപ്പെട്ടിട്ടുണ്ട്. ശക്തി, ബ്യൂട്ടി, അല്ലെങ്കിൽ വെൽത്ത്, നോളജ്, പിന്നെന്താണ്, സ്ട്രെങ്ത്, പിന്നെ റിനൗൺസിയേഷൻ. അപ്പൊ ഈ എല്ലാം തികഞ്ഞതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ ആരാന്ന് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാല് നമുക്കൊരു ദുഃഖവും തോന്നില്ല. നമ്മൾ ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാ? ഇത് എത്രയോ ജന്മങ്ങളായിട്ട് കൂടിച്ചേർന്ന, അല്ലെങ്കിൽ നമ്മളെ ഈ ത്രിഗുണങ്ങളിൽ പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ചങ്ങലയിൽ പെടുമ്പോ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോ ഇതെല്ലാം മറന്ന ആൾക്കാരായി ഉത്തമ യോഗിയായിരിക്കും അല്ലെ. പിന്നെ 33 ശ്ലോകം. അർജുനോവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അർജുനൻ ഒരു ഡൗട്ട് വന്നു. അർജുനൻ ചോദിക്കുക, ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമെന്നും ചഞ്ചല മനസ്കനായ എനിക്ക്
താങ്ങുന്നതല്ലെന്നും തോന്നുന്നു. യോഗ പദ്ധതിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മള് ധ്യാനത്തിലിരിക്കുന്നതും അല്ലെ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചെയ്യണം, അഷ്ടാംഗ ഹൃദയ എല്ലാ പദ്ധതിയും നമ്മൾ വായിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം പറഞ്ഞ ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്റെ മനസ്സ് ചഞ്ചലമാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ ഇംപ്രാക്ടിക്കൽ ആണത്, അതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുവാണ്. അല്ല, ഇത് നമുക്ക് പറയുന്നത് എന്താന്ന് വെച്ചാല് അർജുനൻ എന്ന് വെച്ചാൽ ഭഗവാന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ആളാണ് അല്ലെ. ഇപ്പൊ ഈ അർജുനാണ് നമ്മളോട് പറയുന്നത് എന്റെ മനസ്സ് ചഞ്ചലമാണ്, ഇതൊന്നും എനിക്ക് സാധിക്കില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? നമുക്ക് അത് കമ്പയർ ചെയ്യാം. നമ്മള് വരെ സീറോ അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇത് ഭഗവാന് നേരിട്ടായിട്ട് സംസാരിക്കുന്ന ഇത്രയും സുഹൃത്തായിട്ടുള്ള അർജുന് പോലും ഇത് കഴിയില്ലെന്നാണ് പറയുന്നത്. അർജുൻ സാധിക്കാതെ വീട് വിട്ട് കാടിനകത്തോ മലമ്പ്രദേശത്തോ വിജനമായ സ്ഥലത്തോ ചെന്നിരുന്ന് യോഗാനുഷ്ഠാനം ചെയ്യുക എന്നത് അത് പ്രാക്ടിക്കൽ അല്ല. പിന്നെ ഈ കലികാലത്തെ ഒരു സാധാരണ മനുഷ്യന് പോലും സാധ്യമല്ല. ലളിതമായ പ്രായോഗിക മാർഗങ്ങൾ പോലും സ്വീകരിക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് സാധിക്കില്ല. പിന്നീട് എങ്ങനെയാ നമ്മള് ഇങ്ങനെ ഇരിക്കണം, ഇരിക്കാനുള്ള സ്ഥലം, ഇരിക്കേണ്ട വിധം, ജീവിത രീതി ഇതെല്ലാം മാറ്റണം, കർക്കശ നിയന്ത്രണം പാലിക്കണം, ഇതെല്ലാം പറഞ്ഞാല് നമ്മുടെ ഈ ഭൗതികതയില് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല അല്ലെ. കാരണം ഇതെല്ലാം ദുഷ്കരമായ യോഗ പദ്ധതിയാണ്. അർജുനന് പലവിധ മേന്മയുണ്ടെങ്കിലും ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രായോഗിക മനുഷ്യൻ എന്ന നിലയിൽ ഇത് സാധ്യമല്ല. അടുത്ത ശ്ലോകം പറയാൻ, ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ചഞ്ചലം ഹി മനകൃഷ്ണ, മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമാണ്. നമുക്ക് മനസ്സിലാക്കാം അല്ലെ, ഒരു ചാൻഡിങ് ഇത് ചെയ്യുമ്പോ തന്നെ ബാക്കി എല്ലാ അതുവരെ ഇല്ലാത്ത ആലോചനകളായിരിക്കും നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് ഇത്രയും വലിയ മഹാനുഭാവു അല്ലെങ്കിൽ അജാനുഭാവു ആയിട്ടുള്ള അർജുനെ കുറ്റം പറയാൻ പറ്റും? അപ്പൊ ഇവിടെ മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണം എന്നാണ് പ്രമാണം. എന്നാൽ ചിലപ്പോൾ ബുദ്ധിയെ മനസ്സിന്റെ ശക്തിയും വാശിയും കീഴടക്കി കളയുന്നു. പ്രായോഗിക ജീവിതത്തിൽ അസംഖ്യം ശത്രുക്കളോട് പൊരുതേണ്ടി വരുന്ന മനുഷ്യന് തീർച്ചയായും മനോനിയന്ത്രണം പ്രയാസമുള്ളതാണ്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കടുത്ത രോഗബാധ ഔഷധങ്ങളുടെ ശക്തിയെ തോൽപ്പിക്കുന്നത് പോലെ അല്ലെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നാൽ ഏത് മരുന്നാണ് വെച്ചാലും ഫലിക്കുന്നില്ല. അതുപോലെ പറയും. അതുപോലെയാണ് ഇവിടെ. അങ്ങനെ വഴക്കമില്ലാത്ത ഒരു മനസ്സിനെ യോഗചര്യ കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അർജുനനെ പോലുള്ള ഒരു പ്രാപഞ്ചികന് ഇത് സാധ്യമല്ല. അപ്പോ ആധുനിക മനുഷ്യരെ കുറിച്ച് പിന്നെ എന്തു പറയാൻ അല്ലെ. നമ്മൾ അതിലും കഷ്ടമാണ്. പ്രക്ഷുബ്ധമായ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുന്നില്ല. ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞത്? അപ്പോ ഹരേ കൃഷ്ണ എന്ന മോക്ഷദായക മന്ത്രം, മോക്ഷദായക മന്ത്രം ഹരേ കൃഷ്ണ എന്നത് ഏറ്റവും വിനയത്തോടെ ജപിക്കുക മാത്രമാണ് വേണ്ടത്. ഇത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും ചെറിയ ഉപായമാണ്. വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. 35-ാമത്തെ ശ്ലോകം ശ്രീ ഭഗവാനു വാച്ച്. അസംശയ മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, സ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. ഭഗവാന് നന്നായിട്ട് അറിയാം അല്ലേ.
എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. എങ്ങനെ? വഴക്കമില്ലാത്ത മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണെന്ന് ഭഗവാനും സമ്മതിച്ചു. എങ്കിലും പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും ഒരാൾക്ക് അത് സാധിക്കും. നമുക്ക് 9 വിധം നവഭക്തി ഉണ്ട് അല്ലെ? അപ്പോ വലിയ യോഗാചര്യം ഒന്നും വേണ്ടെങ്കിലും ഈ 9 വിധത്തിലുള്ള നവവിധ ഭക്തി സേവനങ്ങളിൽ ശ്രവണം എന്നത് ഒരു മുഖ്യ കാര്യമാണ്. അപ്പൊ ഈ വളരെ സ്പെഷ്യലുമാണ് അത്. എന്താ വെച്ചാൽ നമ്മള് ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രവിക്കുക. അതുപോലെ കൃഷ്ണകഥകൾ കേൾക്കുക. കൃഷ്ണനെ കുറിച്ച് നമ്മൾ കൂടുതൽ മറ്റൊരാളിൽ നിന്ന് വെച്ചാല് വൈഷ്ണവൻ ഭഗവാനെ മാത്രം ഉപാസിക്കുന്ന വൈഷ്ണവ സന്യാസിമാരിൽ നിന്നും അല്ലെങ്കിൽ സീനിയർ ഡിവോട്ടീസിൽ നിന്നും നമ്മൾ ഭഗവത് കഥകൾ കേൾക്കുക. അതുപോലെ ഭഗവാന് വേണ്ടി, കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുക. കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരാൾ പരമാത്മാവുമായിട്ട് ബന്ധപ്പെടും. ഇങ്ങനെ കേൾക്കുമ്പോ ആ ഇയർ ഡ്രമ്മിൽ കൂടെ ഉള്ള ആ വൈബ്രേഷൻ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ആത്മാവിലും വന്ന് നമ്മള് പരമാത്മാവുമായിട്ട് ബന്ധപ്പെടും. അതെങ്ങനെ? വിശക്കുന്നവന്, നന്നായിട്ട് വിശക്കുന്നവന് ഒരു ഉരുള ചോറ് കിട്ടുമ്പോ എത്ര ടേസ്റ്റ് ആയിട്ട് തോന്നും അല്ലെ? അതുപോലെ നമുക്ക് ഈ ഭഗവത് നാമം കിട്ടും. കാരണം നമ്മുടെ ആത്മാവ് അത്രയും തേഴ്സ്റ്റിയാണ്. ഭഗവാന്റെ നാമം കിട്ടാതെ നമ്മുടെ ജീവാത്മാവ് അത്രയും തേഴ്സ്റ്റിയാണ്. അപ്പൊ അതിന് ഫുഡ്, അതാണ് ആ ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല. ആ ഭക്ഷണം ഏത് രീതിയിലാണ് വേണ്ടത്? ഹരിനാമത്തിലൂടെ അല്ലെങ്കിൽ ഭഗവാന്റെ നാമത്തിലൂടെ നമ്മൾ ശ്രവിക്കുമ്പോ. അതുപോലെ നമ്മുടെ നാക്ക് എന്ത് ചെയ്യണം? നമ്മുടെ നവവിധ ഭക്തിയിൽ രണ്ടാമത്തെ എന്താണ്? കീർത്തനം. അപ്പോ ശ്രവണം, കീർത്തനം, സ്മരണം, ഭഗവാനെ കുറിച്ച് ആലോചിക്കുക. അപ്പോ ആദ്യത്തെ 3 ഇതാണ്. ബാക്കിയുള്ള 6 ഉണ്ട്. എന്നാലും ആദ്യത്തെ വെരി ഇമ്പോർട്ടന്റ് ശ്രവണം, കീർത്തനം. ആരുടെ? വിഷ്ണോർ സ്മരണം. വിഷ്ണുവിന്റെ സ്മരണം. അപ്പൊ വിഷ്ണുവിന്റെ കീർത്തനം, വിഷ്ണുവിനെ പറ്റി ശ്രവിക്കുക, വിഷ്ണുവിനെ ഓർമ്മിക്കുക. പിന്നെ അർച്ചനം, വന്ദനം, ദാസ്യം, ബാക്കി 3. സഖ്യം എന്തൊക്കെയാണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യ, ആത്മ നിവേദനം. ഓക്കെ. അടുത്തത് 36. അസംശയാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതിഃ വശ്യാത്മനാ തു യതതാ ശക്യോ അവാപ്തുമുപായതഃ. ഇതിലെന്താ പറഞ്ഞ? മനോനിയന്ത്രണമില്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ്. മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അതിൽ വിജയം നിശ്ചയമാണ് താനും. ഇതാണ് എൻ്റെ അഭിപ്രായം, ഭഗവാന്റെ അഭിപ്രായം. നമുക്കിനി വേറെ ഒരു പ്രമാണം വേണ്ട. മനോനിയന്ത്രണം ഇല്ലാത്തവന് സാക്ഷാത്കാരം പ്രയാസമേറിയതാണ്. അപ്പോ നമ്മള് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം? അതാണ് ഇവിടെ വരുന്നത്. അപ്പോ മറ്റേതിലാണെങ്കിലോ മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അത് യോഗികള്, അതിൽ വിജയ നിശ്ചയമാണു താനും. ഭൗതിക സുഖങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കുമ്പോൾ യോഗാനുഷ്ഠാനത്തിന് യത്നിക്കുന്നത് എങ്ങനെയാ? മുകളിൽ വെള്ളം ഒഴിക്കുക, താഴെ തീയിടുക. നമ്മൾ താഴെ തീയിടുമ്പോ അതിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാ? അതേ ഫലമാണ്, തീ കെട്ടുപോകും അല്ലെ? അതുപോലെയാണ് ഇത്. നമ്മുടെ സമയം പാഴാക്കലാണ്. അപ്പൊ കൃഷ്ണാബോധത്തിൽ മുഴുകാതെ ഒരാൾക്ക് മനസ്സിനെ തുടർച്ചയായി നിയന്ത്രിക്കാനാവില്ല. കൃഷ്ണ കോൺഷ്യസ് അല്ലെങ്കിൽ കൃഷ്ണാബോധം ഉള്ള ഒരാൾ പ്രത്യേക പ്രയത്നങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ഓട്ടോമാറ്റിക്കലി അദ്ദേഹം
ഈ കൃഷ്ണാവബോധത്തിലേക്ക് ചെയ്യുന്ന ആൾക്കാര് ആ ഒരു സക്സസിലേക്ക് പോകുന്നു. അല്ലെങ്കിലോ നമ്മൾ രണ്ട് വഞ്ചിയില് കാല് വെക്കുന്ന പോലെ ആയിരിക്കും. ഒന്ന് ആത്മീയ ലോകത്തിലേക്കും ഒന്ന് നമ്മൾ ഭൗതിക ലോകത്തിലേക്കും. ഭൗതിക ലോകത്തിലേക്ക് എൻജോയ് ചെയ്യണമെന്ന് വെച്ചാല് ആത്മീയ വഞ്ചി അങ്ങോട്ട് പോവും, കാല് തെന്നി താഴെ പോവും. അഥവാ ആത്മീയ ലോകത്തിലേക്ക് നമ്മള് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലോ അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വഞ്ചി നമ്മൾ താഴെ പോവില്ല, നമ്മള് ആ വഞ്ചി അങ്ങോട്ട് നീങ്ങി പോയിക്കോളും. കാരണം അത്രയും പവർ ഉണ്ട് ഭഗവാന്റെ ശക്തിക്കും ഭഗവാന്റെ നാമത്തിനും ഭഗവാന്റെ സർവീസിനും. അപ്പൊ ഡിവോഷണൽ സർവീസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. കച്ചിന്നോ ഭയ വിഭ്രഷ്ടശ്ചിന്നഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാഭാവോ വിമൂഢോ ബ്രഹ്മണ പഥി. ഹേ മഹാബാഹോ കൃഷ്ണ, അങ്ങനെ അതീന്ദ്രിയ 37 വായിച്ചിട്ടില്ല. ഓക്കെ. അർജുനൻ ചോദിക്കുക, അയതി ശ്രദ്ധയോപേതോ യോഗചലിത മാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാംഗതി കൃഷ്ണ ഗച്ഛതി. അർജുനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവ്വം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണതയിൽ എത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്ത് സംഭവിക്കും? ആദ്യം ചോദിച്ചെന്താ? വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്ത്? രണ്ടാമതിൽ ചോദിച്ചെന്താ? വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണതയിൽ എത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്ത് സംഭവിക്കും? ഇവിടെ നല്ലൊരു ചോദ്യമാണ് അല്ലെ? അപ്പോ നമ്മുടെ ജീവസത്ത ഈ ഭൗതിക ശരീരമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. യഥാർത്ഥ സുഖം എന്താണ്? സച്ചിദാനന്ദ ജീവിതം, സച്ചിദാനന്ദമായ ജീവിതം. ഇതാണ് ആത്മാ സാക്ഷാത്കാരത്തിന്റെ അടിസ്ഥാനം. ഇത് 3 വിധത്തിലും നമുക്ക് കിട്ടും. ജ്ഞാനമായിട്ട് കിട്ടും, ജ്ഞാനത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ കിട്ടും, പിന്നെ അഷ്ടാംഗ യോഗചര്യയിലൂടെ കിട്ടും, പിന്നെ ഭക്തിയോഗത്തിലൂടെ. ഇത് 3 പോകുന്നത് ഭഗവാനിൽ തന്നെയാണ്. ഭഗവാനുമായി ബന്ധം സ്ഥാപിക്കാനും ഭഗവാന്റെ മൂലസ്വരൂപം അറിയാനും എന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റും. മനുഷ്യനെ വിവിധങ്ങളായ പ്രലോഭനങ്ങൾ കൊണ്ട് മായാശക്തി തോൽപ്പിക്കുവാൻ തുനിയുന്നു. അപ്പൊ എന്താ? നമ്മള് അവിടെ വരെ പോവും, അവിടെ വരെ പോയാലും നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താ? മായാശക്തി വലിച്ചോണ്ട്, മായാശക്തിക്ക് കിട്ടിയ ഒരു ഇതാണ്, ഓർഡർ ആണിത്. ഒരു ഭക്തന് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരീക്ഷിക്കാനുള്ള ഒരു ഭഗവാന്റെ ഒരു മെമ്മോ അയക്കാറില്ല, അല്ലെങ്കിൽ ഓർഡർ. ഇന്ന ആള് എന്നെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഇതില് വരുന്നുണ്ട്, അവനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് മായയെ അങ്ങോട്ട് അയക്കുകയാണ്, മായാശക്തിയെ അയക്കുകയാണ്. അപ്പൊ മായാശക്തി പുറകോട്ട് വലിക്കും, പല പ്രലോഭനങ്ങൾ ഉണ്ടാവും. പക്ഷെ ശരിയായ ഒരു ഉത്തമ യോഗിയാണെങ്കിൽ മായയെ ഭേദിച്ച് മുറിച്ച് അദ്ദേഹം നേരിട്ട് ഭഗവാനില് ഭക്തിയോഗത്തില് ചേരുന്നു. ഓക്കെ. അടുത്ത ശ്ലോകം. കച്ചിന്നോ ഭയ വിഭ്രഷ്ടം ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപഥി. ഹേ മഹാബാഹോ കൃഷ്ണ, അങ്ങനെ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെയും ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്നമിന്നമായി പോയ മേഘത്തെ പോലെ നശിക്കുമോ? ഭഗവാനോടുള്ള ചോദ്യമാണ്. അപ്പൊ ആധ്യാത്മിക മാർഗം സ്വീകരിക്കുന്ന ആൾ എന്താ ചെയ്യാ? പ്രാപഞ്ചിക കൃത്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം. ആധ്യാത്മിക മാർഗം അല്ലെങ്കിൽ ആത്മീയ മാർഗം സ്വീകരിക്കുന്ന ആൾ എന്താ ചെയ്യേണ്ട? ഈ ബാഹ്യമായ
ഭൗതിക കൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. സകല ഭൗതിക സുഖങ്ങളും ത്യജിക്കണം. ഭൗതിക ഭോഗങ്ങളോ ആധ്യാത്മിക വിജയമോ ആസ്വദിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. രണ്ടിലും കാലുവയ്ക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല അല്ലെ. അപ്പോ ആകാശത്തിലെ ശകല ചിലപ്പോൾ ചെറിയൊരു മേഘത്തിൽ നിന്ന് വിട്ട് പോന്ന് വലിയ ഒന്നിനോട് ചേരാറുണ്ട്. അങ്ങനെ യോജിക്കാനാവാതെ വരുമ്പോൾ കാറ്റു പറത്തി വിടുന്നു. ഇതൊരു നല്ല ഒരു എക്സാമ്പിൾ ആണ്. അത് നിരാധാരമായി പാറിപ്പറന്ന് മറയുന്നു. ഇവിടെ പരമപുരുഷൻ ആരാണെന്ന് വിജയം വരിച്ച ഒരു യോഗിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ബ്രഹ്മത്തെയോ പരമാത്മാവിനെയോ സാക്ഷാത്കരിച്ച് ഈ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ജന്മങ്ങൾ വേണ്ടിവരും. അതിനാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ അത്യുമ മാർഗം ഏതാണ്? ഭക്തിയോഗം. ഭക്തിയോഗത്തിലൂടെ പോയാല് ഇങ്ങനെ ആ ഒരു ചോദ്യം ഇവിടെ വരില്ല. എന്താണ്? ഒരിടത്തും എത്താതെ ഈ മേഘങ്ങളൊക്കെ ഛിന്ന ഭിന്നമായി പോയ പോലെ ഒരിടത്തും സ്ഥാനമില്ലാതെ പോവോ എന്നൊരു അർജുനന്റെ ചോദ്യം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഭക്തി മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഭക്തി യോഗത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സാധിക്കില്ല. നമുക്ക് അനുഭവം ഉണ്ടാവൂല. 39 ശ്ലോകം. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷത തദന്യ സംശയസ്യാസ്യ ചേതാനാഹ്യുപപദ്യത്തെ. അല്ലയോ കൃഷ്ണ, ഇതാണ് എന്റെ സംശയം. 2 സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞു അല്ലെ. ആദ്യം അതീന്ദ്രിയ സ്ഥാനത്ത് ആദ്യമായിട്ട് തുടങ്ങിയ ആള് വിജയം പ്രാപിക്കാതെ അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്തെന്ന് ചോദിച്ചു. പിന്നെ കുറെ നാള് വിശ്വാസപൂർവ്വം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക ജീവിതത്തിൽ പോകുമ്പോ അത് വീണു പോവോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും എത്താതെ അതീന്ദ്രിയ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ എങ്ങനെ നടക്കും? ഭൗതികമായോ ആധ്യാത്മികമായോ? ഇതിലേതാണ് സംഭവിക്കുന്നത്? അപ്പൊ ഇതാണ് എന്റെ സംശയം. അങ്ങ് തന്നെ ഇത് പൂർണ്ണമായും തീർത്തു തരണം. കാരണം അങ്ങേയല്ലാതെ ഈ സംശയം അകറ്റാൻ കഴിവുള്ളതായി ആരെയും ഞാൻ കാണുന്നില്ല. അപ്പൊ ഭഗവാന് ഭാവി ഭൂതം വർത്തമാനം എല്ലാം അറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ അർജുനൻ ഭഗവാൻ മാത്രമേ അങ്ങനെ ഇങ്ങനെ പറയാൻ ഒരു യോഗ്യതയുള്ളൂ. വേറെ ആരും അങ്ങനെ ഇല്ല. ആരും ഭഗവാന്റെ മുകളിലില്ല. ഭഗവാനാണ് സുപ്രീം പേഴ്സണാലിറ്റി. അപ്പോ അങ്ങനെയുള്ള ഭഗവാൻ എന്ന എല്ലാം അറിയുന്നവനല്ലേ. എല്ലാ നോളജ് 100% നോളജ് ആണ്. അപ്പോ ഭഗവാന് ഒരു ക്വാളിറ്റിയാണ് അത് ഭഗവാന്റെ. അപ്പൊ ആധ്യാത്മിക മാർഗത്തിൽ പരാജിതരായവരെ കുറിച്ച് അർജുനൻ അറിയേണ്ടതുണ്ട്. അത് ഭഗവാനോടല്ലാതെ വേറെ ആരും ഇല്ല. ഭഗവാന്റെ മുകളിലും ആരും ഇല്ല. കൃഷ്ണനും കൃഷ്ണഭക്തനും മാത്രമേ വസ്തുതകളെ യഥാർത്ഥമായി അറിയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അർജുനൻ കൃഷ്ണനോട് ആ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നേ? പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യത്തെ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഭഗവാൻ എന്താ പറയാ? വിവർത്തനം. ഹേ പാർത്ഥ, മംഗളകരങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല. സുഹൃത്തെ, നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വയ്യ. അപ്പൊ മംഗളകരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട്, അതായത് മംഗളകരം എന്ന് വെച്ചാൽ ഭഗവാന് റിലേറ്റഡ്, എവ്രിതിങ് റിലേറ്റഡ് വിത്ത് കൃഷ്ണ. നമ്മൾ എന്ത് ചെയ്താലും കൃഷ്ണനെ സംബന്ധിച്ചിട്ടുള്ള ഏത് കർമ്മം ചെയ്താലും അത് മംഗളകരമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ആരാണ്? ഭഗവാൻ ആരാന്നും ഭഗവാനും ആത്മാവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് അറിയുന്നവനും, അതാണ് ആത്മസാക്ഷാത്കാരം കിട്ടിയവന്, അല്ലെങ്കിൽ ആധ്യാത്മജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല. അപ്പൊ നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വയ്യ. ഭൗതിക ധർമ്മങ്ങളെല്ലാം ത്യജിച്ച ഭഗവാന്റെ ചരണങ്ങളിൽ ആശ്രയം തേടുന്നവർക്ക്
ഒരു വിധത്തിലും നഷ്ടമോ പതനമോ ഉണ്ടാവില്ല എന്ന് ഭാഗവതത്തില് നാരദ മുനി വ്യാസദേവനെ ഉപദേശിക്കുന്നു. ത്യക്ത്വാ സ്വധർമ്മം ചരണാഭുജം ഹരേ ഭജന്ന പക്വാഥ പതേ തതോ യതി യത്ര ക്വാ വാ അഭദ്ര ഭൂത ഉഷ്യം കിം കേവർത്ത ആപ്തോ അഭജതാം സ്വധർമ്മതഃ. നല്ലൊരു ശ്ലോകമാണിത്. ഒരാൾ തന്റെ കർത്തവ്യങ്ങൾ തികച്ചും നിറവേറ്റിയിരുന്നാലും യാതൊരു ഗുണവും നേടുന്നില്ല. ആർക്കാണിത്? ഭക്തിയില്ലാത്ത ഒരാള് തന്റെ കർത്തവ്യങ്ങൾ തികച്ചും നിറവേറ്റിയിരുന്നാലും യാതൊരു ഗുണവും നേടുന്നില്ല. അതായത് ഇപ്പൊ ഇതില് വേറൊരു ഇത് പറയുന്നത് വെച്ചാൽ ഭഗവാന്റെ ആ ഇതില് സർവീസില് അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തില് മുഴുകിയവൻ അടുത്ത ജന്മത്തിൽ നീചകുലത്തിൽ പിറന്നാൽ കൂടി കൃഷ്ണാബോധത്തോടെയുള്ള പ്രവർത്തനം തുടരും. മറിച്ച് കൃഷ്ണാബോധം കൂടാതെ സ്വധർമ്മങ്ങൾ പിഴ കൂടാതെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാത്രം ശുഭകരങ്ങളായ ഫലങ്ങൾ നേടണമെന്നില്ല. ഇത് ശരിക്കും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പഴയ ഞങ്ങള് ഇവിടെ വിദേശത്ത് ദുബായിലുള്ള സമയത്ത് അവിടെ ലേബർ ക്യാമ്പ് ഉണ്ട്. അപ്പൊ ലേബർ ക്യാമ്പിലുള്ളത് അവർക്ക് അവരുടെ പേര് പോലും ഹിന്ദിയിൽ എഴുതാൻ അറിയില്ല, ഹിന്ദി ഭഗവത്ഗീത വായിക്കാൻ അറിയില്ല. അപ്പൊ അവർക്ക് ഈ ഒറീസയിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഡ്യൂട്ടീസാ. അപ്പൊ അവര് അൺസ്കിൽഡ് ലേബേഴ്സ് ആണ്. അപ്പൊ പക്ഷെ അവരുടെ ഭക്തി എന്ന് വെച്ചാല് വളരെ സ്ട്രോങ് ഭക്തിയാണ്. മറ്റുള്ളവരെ കൊണ്ട് അതിൽ കുറെ പേര് ഭക്തിശാസ്ത്രി കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവരെ കൊണ്ട് ഇരുത്തിയിട്ട് അവര് പറഞ്ഞിട്ട് പരീക്ഷ എഴുതിപ്പിക്കാണ്. അപ്പൊ അത്ര അവരുടെ ആ ഇന്റൻസ് ഒരു ഭക്തിയാണ് അത് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ചുറ്റും എത്രയോ വലിയ പണക്കാരും ധാർമ്മിഷ്ഠ ഇതും ഒക്കെ ഭഗവാന്റെ ഒരു കഥ കേൾക്കാനോ ഭഗവത്ഗീത വായിക്കാനോ ചോദിച്ചാൽ പോലും ആർക്കും അങ്ങനെ താല്പര്യമില്ല. പക്ഷെ അവിടെ ലേബർ ക്യാമ്പില് നമ്മള് അത് കാണുന്നതാ. ഇപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ അവിടെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ടായിരുന്നു. അപ്പോ ഹിന്ദി ബുക്ക് അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള ബുക്ക് പോലും വായിക്കാൻ അറിയില്ല. പക്ഷെ അവരുടെ ആ സേവന മനോഭാവം, അവിടെയാണ് ഭഗവാൻ അവരുടെ ആറ്റിറ്റ്യൂഡാണ് മനസ്സിലാക്കുന്നത്. അപ്പോ എത്രയോ PhD എടുത്ത നമ്മുടെ ആധുനിക മനുഷ്യരെക്കാളും ഭഗവാന്റെ മുന്നില് അവര് തന്നെയാണ് വലിയവര്. അതാണ് ഇത് പറയുന്നത്. എത്ര മുഴുകി അവരുടെ ആ സർവീസിൽ അവര് മുഴുകി അടുത്ത ജന്മത്തില് വളരെ നീചകുലത്തില് പിറന്നാൽ കൂടെ അവര് കൃഷ്ണാബോധത്തോടെ ഉള്ള പ്രവർത്തനം തുടരും. നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ പൂർവജന്മം എന്തായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇത്ര ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ, കാരണം ഇത് ഭഗവാന്റെ വാക്കുകളാണ് ഈ ബുക്കിലുള്ളത്. അപ്പൊ അത് സത്യം തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഇപ്പൊ ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങളോടെ നമുക്ക് ഞാൻ എക്സാമ്പിൾ പറയാം. പ്രാപ്യ പുണ്യകൃതം ലോകാനുഷിത്വാ ശാശ്വതിം സമാ ശുചീനാം ശ്രീമതാംഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുമ്പോൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അപ്പൊ എത്ര നോക്കൂ, നമ്മുടെ ഈ ലോകത്ത് എത്രയോ ധനികരായിട്ടുള്ള മനുഷ്യര് ജീവിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ ചുറ്റും നോക്കിയാല് എത്രയോ ധനികരായ അവർക്കൊക്കെ ആ ഒരു ജന്മത്ത് അവർക്ക് ആ കുടുംബത്തില് വന്ന് പിറക്കണമെങ്കിൽ അവര് സത്യമായിട്ടും ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ സർവീസ് ചെയ്ത ആൾക്കാരായിരിക്കും. എവിടെയോ വെച്ചിട്ട് അവര് ആ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ യോഗത്തിൽ പരാജിതനാകുമ്പോൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകത്ത് അവര് കുറെ നാള് ഉപരിലോകത്ത് ജീവിച്ചു, ആനന്ദം അനുഭവിച്ചു. പക്ഷെ ആ ഒരു ചെറിയ പരാജിതമായത് കൊണ്ട് എന്താ, അസംഖ്യ സംവത്സരങ്ങൾ വാണതിന് ശേഷം അവിടെ കുറെ എൻജോയ് ചെയ്തു. അതിനുശേഷം എന്താ,
നിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അപ്പൊ അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. ഇപ്പൊ ഒരാള് ധനികരുടെ വീട്ടിൽ വന്ന് ജനിച്ചു, അല്ലെങ്കിൽ അംബാനിയുടെ തറവാടിൽ വന്ന് പിറന്നു, അവര് ഭാഗ്യം ചെയ്തതാ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവര് ഈ ജന്മത്തിൽ കൂടെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ നോക്കണം. അല്ലാതെ ഇപ്പോ മായയുടെ വലയത്തിൽ വീണിട്ട് ധനികരുടെ മക്കൾ എന്താ ചെയ്യണ്ടേ? എല്ലാവരും അതുപോലെ ചെയ്യുന്നില്ല. എന്നാലും ഞാൻ പറയുന്ന അവര് വേസ്റ്റിംഗ് ദെയർ ഫ്യൂച്ചർ, അല്ലെങ്കിൽ വേസ്റ്റിംഗ് ദെയർ മണി വിത്ത് ബാക്കി എല്ലാ ഭോഗങ്ങളായിട്ട് അവര് പൈസയുടെ ഹുങ്ക് കാണിക്കും അല്ലെ. വലിയ വലിയ കാറുകൾ മേടിച്ചു, വലിയ വലിയ എൻജോയ്. എത്ര ഓരോരുത്തർക്ക് ഇവിടെ മമ്മൂട്ടിക്ക് 36 കാറോ 46 കാറോ എന്നാട്ടൊക്കെ വലിയ വലിയ രീതിയിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അവര് അത്രയും ധനികരാണെങ്കിൽ പോലും ദേ ആർ വേസ്റ്റിംഗ് ദെയർ മണി ആസ് വെൽ ആസ് ദെയർ ലൈഫ്. അവര് അവരുടെ ജീവിതം വേസ്റ്റ് ആക്കുന്നു. കിട്ടിയ ആ സൗഭാഗ്യം വേസ്റ്റ് ആക്കുന്നു. നമ്മൾ നോക്കേണ്ടത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പിൽക്കാലത്ത് ധർമ്മബോധവും ശ്രേഷ്ഠതയുമുള്ള കുടുംബങ്ങളിൽ ഐശ്വര്യത്തോടെ ജീവിക്കാനും അവർക്ക് അവസരം ഉണ്ടാവുന്നു. ഇത്തരം കുടുംബങ്ങളിൽ ജനിച്ചവർ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൃഷ്ണബോധത്തിലേക്ക് സ്വയം ഉയരാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൈസ അല്ലെങ്കിൽ ഇതെന്താ, നമ്മള് എല്ലാം ഭഗവാനു വേണ്ടി നമ്മൾ ചെയ്യുക, ഭഗവാനു വേണ്ടി സേവനം ചെയ്യുക. അല്ലാതെ നമ്മൾ എൻജോയ് ചെയ്യാൻ പോയാല് നമ്മള് പൈസ, ആരുടെ പൈസ? ഭഗവാന്റെ പൈസ. ആ പൈസ എടുത്തിട്ട് നമ്മള് എൻജോയ് ചെയ്യുന്നു. അപ്പൊ നമ്മള് ചോരന്മാരായിട്ട് മാറുന്നു അല്ലെ. ചോരന്മാർ, അതായത് കള്ളന്മാരായിട്ട് മാറുന്നു. 42 അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദൃശം. ഇവിടെ അല്ലെങ്കിൽ എന്താ സംഭവിക്കണേ? ഏറെ കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞരായി അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ്. അഥവാ അവര് വലിയ പണക്കാരായിട്ട് പിറക്കുന്നു, പണക്കാരുടെയോ അല്ലെങ്കിൽ ധനികരുടെയോ കുടുംബത്തിൽ വീണ്ടും പിറക്കുന്നു. അല്ലെങ്കിലോ എന്താ ചെയ്യുന്ന? അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. അപ്പൊ അവര് നമ്മൾ ചെയ്യുന്ന ഈ യോഗചര്യ അല്ലെങ്കിൽ ഭഗവാനോടുള്ള നമ്മൾ ആ ലെവലില് എത്തുന്നില്ലെങ്കിലും നമ്മുടെ ലൈഫ് വേസ്റ്റ് ആവുന്നില്ല, നമ്മുടെ ജീവിതം വേസ്റ്റ് ആവുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ജന്മത്ത് നമ്മള് ആ ക്വാളിഫൈഡ് ഒരു കുടുംബത്തിൽ പോയിട്ട് നമ്മള് പിറവിയെടുക്കും. അല്ലെങ്കിൽ എന്താ? കുലത്തിൽ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ്. ഭഗവത്കാരുണ്യത്താൽ തലമുറകളായി അതീന്ദ്രിയ ജ്ഞാനികളെ വളർത്തിയെടുക്കുന്ന ചില കുടുംബങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അവയിൽ ജന്മമെടുക്കാൻ ഭാഗ്യവിശേഷം കൊണ്ട് മാത്രമേ കഴിയൂ. ഭാഗ്യവശാൽ തന്നെയാണ് നമ്മുടെ ആത്മീയ ഗുരു അതായത് വിഷ്ണുപാദ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, അതായത് ശില പ്രഭുപാദരുടെ ഗുരു, അദ്ദേഹം അങ്ങനെ ഒരു ഗോസ്വാമി മഹാരാജും ഈ എളിയവനും എങ്ങനെയാ? ഈ എളിയവനെന്ന് വെച്ചാല് ഭക്തി സിദ്ധാന്ത സ്വാമി ശില പ്രഭുപാദർ. അപ്പൊ അദ്ദേഹം ഇതുപോലെ ഒരു ഹൈലി വൈഷ്ണവ കുടുംബത്തില് വന്ന് ജന്മം എടുക്കുകയാണ് ചെയ്തത്. ഈ എളിയവനും അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിക്കാൻ ഇടവന്നു. കണ്ടോ? കൃഷ്ണന്റെ കരുണത്താൽ ഞങ്ങൾ ജീവിത ആരംഭം മുതൽക്കേ ഭഗവത് സേവനത്തിന് വേണ്ടുന്ന പരിശീലനം സിദ്ധിക്കുകയുണ്ടായി. പിന്നീട് അതീന്ദ്രിയ വ്യവസ്ഥയുടെ ക്രമം അനുസരിച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ഈ ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ നമുക്ക് കിട്ടി. അപ്പോ അത്രയും ഒരു പുണ്യം ചെയ്ത ആത്മാക്കളാണ് നമ്മുടെ ശിലപ്രഭുപാദര്. പറയേ വേണ്ട, അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും. അതുപോലെ 43
തത്ര തം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധ കുരുനന്ദന. വിവർത്തനം. അല്ലയോ കുരുനന്ദന, അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻജന്മത്തിലെ ദിവ്യാവബോധം തിരിച്ചു കിട്ടുന്നു. ഡെഫിനറ്റ്ലി അത് കിട്ടും. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു. മുജ്ജന്മത്തിലെ അതീന്ദ്രിയ ബോധം പുനരുജ്ജീവിക്കുന്നതിന് കിട്ടുന്ന നല്ല ജനനത്തിന് ഉദാഹരണം മാത്രേ ഒരു വിശിഷ്ട ബ്രാഹ്മണ കുലത്തിൽ തന്റെ 3-ാം ജന്മം എടുത്ത ഭരത മഹാരാജാവ്. ഭരത മഹാരാജാവ് ഒരു സ്റ്റോറിയിൽ പോയ ടൈമില്ല, എന്നാലും അദ്ദേഹം വലിയൊരു ഇതായിരുന്നു. ഭാരതവർഷത്തിന് അല്ലെങ്കിൽ ഈ നമ്മുടെ ഭാരതം എന്ന ഒരു പേര് വന്നത് ആ മഹാരാജിന്റെ ഇതിന്റെ ശേഷമുള്ള നാമമാണ്. അതിനു മുമ്പ് ഇളാവൃത വർഷം എന്നായിരുന്നു ഈ ഭൂഖണ്ഡത്തിന്റെ പേര്. ഈ ചക്രവർത്തി യൗവനത്തിൽ തന്നെ ആത്മജ്ഞാനാർത്ഥി ഭരണത്തിൽ നിന്ന് വിരമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണ കുടുംബത്തിലാണ് പിറന്നത്. അവിടെ എപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നും ഒന്നും സംസാരിക്കാതെയും ജീവിച്ചു പോന്ന അദ്ദേഹത്തിന് ജഡഭരതൻ എന്ന് പേര് കിട്ടി. പക്ഷെ അദ്ദേഹം അത്രയും അതീന്ദ്രിയ ജ്ഞാനി എന്ന് അവസാനം അവിടുത്തെ രാജാവിന് രഘുഗുണന് മനസ്സിലായി. അടുത്തത് 44. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ. മുജ്ജന്മത്തിൽ സിദ്ധിച്ച ദിവ്യബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായി തീരും. ആ ദിവ്യബോധം കിട്ടുമെന്ന് ഭഗവാൻ ഇത് പറയുന്നു അല്ലെ. മുജ്ജന്മത്തിൽ ചെയ്ത ആ യോഗിക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ആ പുണ്യകർമ്മത്തിന്റെ ഇത് കാരണം ഈ ദിവ്യബോധം തിരിച്ചു കിട്ടുന്നു. ദിവ്യബോധം തിരിച്ചു കിട്ടിയ ശേഷം എന്താ സംഭവിക്കുന്നത്? ആ ഇത് വെച്ചിട്ട് ഒരിടത്തും തേടി പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി നാച്ചുറലി അദ്ദേഹം യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായി തീരും. ജിജ്ഞാസുവായ യോഗി ആചാര നിഷ്ഠങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. അടുത്ത ശ്ലോകം. പ്രയത്നാദ്യമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധ തതോ യാതി പരാം ഗതി. ഇതിലെ പറഞ്ഞിരിക്കുന്ന സർവകൽമഷങ്ങളും നീങ്ങി തുടർന്ന് മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായി യത്നിച്ചു കൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങളിലെ പരിശീലനത്തിന് ശേഷം പരിപൂർണത നേടി പരമലക്ഷ്യത്തിലെത്താം. അപ്പോ ഇവിടെ നേരത്തെ മുതൽ പറഞ്ഞു അല്ലെ, എങ്ങനെയൊക്കെ ഒരു യോഗി അത്രയും അർജുനന്റെ ചോദ്യങ്ങളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. ഒരുവിധം ആത്മീയ ഇതിലേക്ക് വന്നിട്ട് പെട്ടെന്ന് വീണു പോകുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇത് പോകുമ്പോ ലൗകിക ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താ? അങ്ങനെയുള്ളവര് വലിയ വീഴ്ച ഉണ്ടാവില്ല, അവർക്ക് ഉന്നത കുലത്തിലേക്ക് ജനിക്കുന്നു, അല്ലെങ്കിൽ ധനികരായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണ കുലത്തില് ജനിക്കുന്നു. എന്നിട്ട് അവർക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ, ധനികര ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് ആ ഒരു ഇത് വെച്ചിട്ട്, അവർക്ക് കിട്ടിയ റിസോഴ്സ് വെച്ചിട്ട് അവര് ഉന്നതരിലേക്ക് അല്ലെങ്കിൽ ഭഗവാനെ അറിയാൻ യോഗപൂർണതയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നു. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ് വീണ്ടും അവര് ഒരു ദിവ്യ ഇത് കിട്ടിയിട്ട് മുജ്ജന്മത്തെ ദിവ്യാവബോധം തിരിച്ചു കിട്ടുന്നു. ദിവ്യാവബോധം തിരിച്ചു കിട്ടുമ്പോ അദ്ദേഹം ആ പ്രയത്നം തുടരുന്നു. പ്രയത്നം തുടരുമ്പോ എന്താ ചെയ്യുന്നത്? അത് ഓട്ടോമാറ്റിക്കലി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായി തീരുന്നു. പിന്നെ അങ്ങനെ കിട്ടിയ ആൾക്കാര്
അങ്ങനെ പിന്നെ കിട്ടുന്നത് സർവകൽമഷങ്ങളും നീങ്ങിയിട്ട് അദ്ദേഹം പരമലക്ഷ്യത്തില് എത്തുന്നു. അടുത്തത് അതില് അതിന് മുമ്പ് 7 ചാപ്റ്റർ 7 ഒരു ഇത് കാണാം. യേശാം തന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വ മോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രത. എണ്ണമറ്റ ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണം സകല മാലിന്യങ്ങളിൽ നിന്നും മായികമായ ദ്വന്ദ്ഭാവനയിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടുമ്പോഴാണ് മനുഷ്യൻ പ്രേമപൂർണമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നത് എന്ന് ഭഗവാൻ 7-ാം ചാപ്റ്ററിൽ പറയുന്നു, 7-ാം അധ്യായത്തില് പറയുന്നു. ഇതില് 46. ഇനി ഇതില് പറയാണ് ആരാണ് തപസ്വി എന്ന്. തപസ്വി തപസ്സിഭ്യേദികോ യോഗി ജ്ഞാനിഭ്യോപി മതോദികഃ കർമ്മിഭ്യശ്ചാദികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. ഇതിൽ പറയുന്നത് തപസ്വിയേക്കാൾ ശ്രേഷ്ഠനത്രേ യോഗി. ജ്ഞാനിയേക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ജ്ഞാനിയേക്കാളും ഫലേച്ഛ നമുക്ക് ആ ഫലത്തിന്റെ ഇത് കിട്ടണം എന്ന ആഗ്രഹത്തോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് യോഗി. അതുകൊണ്ട് അല്ലയോ അർജുന, ഏത് സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക. ഇതിൽ വേറൊന്നും പറയാനില്ല. ഇത് നമ്മള് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോ ആ യോഗ അല്ലെങ്കിൽ ആ ഭക്തിയോഗ മാർഗത്തിലേക്ക് പോകാനാണ് ഭഗവാൻ പറയുന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ദ്വന്ദ്ങ്ങൾ ഉണ്ടാവും, സുഖവും ദുഃഖവും ഉണ്ടാവും, മാനം അപമാനം ഉണ്ടാവും, ജയം വിജയം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാലും ആ യോഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അങ്ങനെ ഭഗവാനുമായിട്ട് നേരിട്ട് ഭക്തിബന്ധത്തിൽ ആയിരുന്നാൽ ഭക്തിയോഗം എന്നും പറയാം. കർമ്മയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം, പിന്നെ ഭക്തിയോഗം. അപ്പൊ ഇതില് നമ്മള് പയ്യെ മുന്നേറി പോകുന്നത് ഭക്തി യോഗത്തിലൂടെയാണ്. ഭക്തിയോഗം അഥവാ കൃഷ്ണാബോധമാണ് സർവവിധ യോഗങ്ങളുടെയും പരമകാഷ്ഠ എന്ന് അടുത്ത ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത ശ്ലോകം എന്താന്ന് നോക്കാം അല്ലെ. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജത്തെ യോ മാം സമേയുക്ത തമോ മതഃ. ലാസ്റ്റ് ശ്ലോകമാണ്. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജത്തെ യോ മാം സമേയുക്ത തമോ മതഃ. വിവർത്തനം: പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗി. എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും അങ്ങനെ അപ്പോ ദൃഢതമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും, അതായത് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ദൃഢമായി യോഗത്തിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവനാണ് അത്യുത്തമ യോഗി. ഇതാണ് എൻ്റെ അഭിപ്രായം, ഭഗവാന്റെ അഭിപ്രായം. ഇതിൽ കൂടുതൽ നമ്മളൊന്നും ഇതാക്കാനില്ല. ഭജത്തെ എന്ന് വെച്ചാല് എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ അല്ലെങ്കിൽ സേവനത്തിന്റെ ആ ഇതില് നമ്മൾ ഭജിക്കുന്നു, വർഷിപ്പ് എന്ന്, അല്ലെങ്കിൽ ആരാധിക്കുക എന്ന, അർഹനായ ആളെ ബഹുമാനിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. പ്രേമവിശ്വാസപൂർവമായ സേവനം വിശേഷിച്ചും ഭഗവാനെ ഉദ്ദേശിച്ചുള്ളതാണ്. ആദാർഹനായ ഒരാളെയോ ദേവന്മാരെയോ ആരാധിക്കാതെ ഒരാൾക്ക് ഒഴിഞ്ഞു മാറാം. അത് അപമര്യാദയായി ഗണിക്കപ്പെടുന്നു മാത്രം. പക്ഷെ ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവന് ശിക്ഷ ഏൽക്കാതെ വയ്യ. ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവന് ശിക്ഷ ഏൽക്കാതെ വയ്യ. അത് ഭഗവാൻ ഇവിടെ പറയുകയാണ്. ഓരോ ജീവനും ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണ്. സ്വരൂപേണ ഒരേ ജീവനും ഭഗവത് സേവനത്തിന് ബാധ്യസ്ഥനാണ്. ഈ കടമ നിറവേറ്റാതിരുന്നാൽ അധപതനം നിശ്ചയം. സർവജീവജാലങ്ങളുടെയും പ്രഭവസ്ഥാനമായ ആദിപുരുഷനെ സേവിക്കാതെയും അദ്ദേഹത്തോടുള്ള കടമ അവഗണിക്കുകയും ചെയ്യുന്നവൻ തന്റെ മൂലസ്വരൂപത്തിൽ നിന്ന് ഭ്രഷ്ടനാകുമെന്നത് തീർച്ച.
അപ്പൊ അതോടെ നമുക്ക് ഒരുവിധം ഈ ധ്യാനയോഗം മനസ്സിലായി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ കേറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. ഇതോടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 6ാമത്തെ ചാപ്റ്റർ നമ്മൾ തീർന്നു. ഇതോടെ കർമ്മയോഗം എന്ന 6 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി കിടക്കുന്നത് ഭക്തിയോഗമാണ്. ഭക്തിയോഗം കഴിഞ്ഞ ജ്ഞാനം. അപ്പൊ നമ്മൾ ഫസ്റ്റ് 6 ചാപ്റ്റേഴ്സ് ആർ റിലേറ്റഡ് വിത്ത് കർമ്മയോഗം. അത് കഴിഞ്ഞിട്ട് 6 ചാപ്റ്റേഴ്സ് ഭക്തിയോഗത്തിനെ കുറിച്ചാണ്. പിന്നെ ബാക്കിയുള്ള 6 ചാപ്റ്റേഴ്സ് ജ്ഞാനത്തെ പറ്റി. ഓക്കെ, ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേ നമോ നമഃ. ഓവർ ടു യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. വളരെ നന്നായിട്ട് തന്നെ നമ്മളുടെ 6ാമത്തെ ചാപ്റ്റർ പൂർത്തീകരിക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ക്ലാസ് എടുത്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ സമയം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം നരസിംഹാരതി ചൊല്ലിയിട്ട്. ഓക്കെ, ഇന്ന് നമുക്ക് ഹരിനാമ മഹാത്മ്യം പറഞ്ഞു തന്ന ഹരിശരൺ ദാസ് പ്രഭുവിനും അതേപോലെ തന്നെ നമ്മളുടെ ഭഗവത്ഗീത ക്ലാസ് എടുത്ത് നളിനി രുക്മിണി ദേവി ദാസി മാതാജിക്കും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് നരസിംഹാരതി കൂടെ ചൊല്ലിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനേ ഹിരണ്യകാശിപൂർവക്ഷഃ ശീലഠങ്കാനഖാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബാഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നഖാം അദ്ഭുത ശൃംഗാം ദളിതാ ഹിരണ്യകശിപോർ തനുഭൃംഗാം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് നരസിംഹദേവ് ജയ നരസിംഹദേവ് പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഭുപദ ജയ പ്രഭുപദ പ്രഭുപദ ജയ പ്രഭുപദ. ഹരേ കൃഷ്ണ. ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും. സോ ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാം. താങ്ക് യു. ഹരേ കൃഷ്ണ.